യേശുദേവന്റെ പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ഭക്തി നിർഭരമായി നഗരി കാണിക്കൽ പ്രദക്ഷിണം. പോലീസ് പരിശോധനയ്ക്കിടെ രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കും. സ്റ്റേഷനിൽ ഹാജരാകാനായി ഷൈൻ ടോം ചാക്കോയ്ക്ക് പോലീസ് നോട്ടീസ് നൽകി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. സർവീസ് റോഡുകളുടെ പണി ഇഴഞ്ഞു നീങ്ങുന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. മണിക്കൂറുകളോളം കുരുക്കിൽപ്പെട്ട് വാഹനങ്ങൾ. സർവീസ് റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ കരാർ കമ്പനി തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. സംസ്ഥാന സർക്കാർ വെള്ളാനിയിൽ നിർമ്മിക്കുന്ന ലൈഫ് ഫ്ളാറ്റ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. 2020 ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണോദ്ഘാടനം നടത്തിയത് മുഖ്യമന്ത്രി. വാർത്തകൾ വിശദമായി. ക്രിസ്തുവിന്റെ പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി കാൽവരി മലയിൽ കുരിശിൽ മരിച്ച യേശുവിന്റെ സ്മരണകളും പീഠാനുഭവ യാത്രയുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളുമായാണ് വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചത്. ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ ബസലിക്കയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവിധ മേഖലകളിൽ നടന്ന നഗരി കാണിക്കൽ പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ ഭാഗമായി. ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി തൃശൂർ പുത്തൻപള്ളിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കുരിശിന്റെ വഴി ഭക്തി നിർഭരമായി. ദേവാലയ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച പരിഹാര പ്രദക്ഷിണം സ്വരാജ് റൌണ്ട് ചുറ്റി പള്ളി അങ്കണത്തിൽ തന്നെ സമാപിച്ചു. തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. പള്ളി വികാരി ഫാദർ തോമസ് കാക്കശ്ശേരി, സഹവികാരിമാരായ ഫാദർ ബെൻവിൻ തട്ടിൽ, ഫാദർ പ്രിൻസ് ചെറുതാണിക്കൽ, കൈക്കാരന്മാർ, സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ അണിനിരന്നു. യേശുവിന്റെ പീഠാനുഭവങ്ങളുടെയും കുരിശുമരണത്തിന്റെയും നിശ്ചല ദൃശ്യങ്ങൾ അടങ്ങിയതായിരുന്നു നഗരപ്രദക്ഷിണം. ദുഃഖവെള്ളി ദിനത്തിൽ തീർത്ഥാടന കേന്ദ്രമായ കനകമല കുരിശുമല കയറാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനെത്തി. ചാലക്കുടി തഹസിൽദാർ കെ എ ജേക്കബ് അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പമാണ് കളക്ടർ കനകമല കുരിശുമുടി കയറാനെത്തിയത്. ജില്ലയിലെ ഏക കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമായ കനകമല തീർത്ഥാടന കേന്ദ്രത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. കൈക്കാരന്മാരായ ജോസ് വെട്ടുമാണിക്കൽ, ജോയ് കളത്തിങ്കൽ എന്നിവർ കളക്ടറെയും സംഘത്തെയും അനുഗമിച്ചു. റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, സഹവികാരിമാരായ ഫാദർ അജിത്ത് തടത്തിൽ, ഫാദർ റെയ്സൻ തട്ടിൽ, കൈക്കാരന്മാരായ ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിൽഗ്രിമേജ് സെൻ്ററാണ്. കൂടാതെ തന്നെ ഒരുപാട് വിശ്വാസികൾ ഇവിടെ വരുന്നുണ്ട്, വിശ്വാസികളല്ലാത്തവരും വരുന്നുണ്ട്. നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചും പിന്നെ അല്ലാതെ നല്ലൊരു ട്രെക്കിംഗ് എക്സ്പീരിയൻസും കൂടെയാണ് കനകമലയിൽ തരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഇവിടെ ഒരു സമയമെങ്കിലും വന്നിട്ടുണ്ടാവേണ്ടതാണ്. നടൻ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ച പോലീസ്. ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിനായി ശനിയാഴ്ച ഹാജരാകണമെന്ന് എറണാകുളം നോർത്ത് പോലീസ് നോട്ടീസ് നൽകി. ഷൈനിന്റെ വീട്ടിലെത്തിയാണ് പോലീസ് നോട്ടീസ് കൈമാറിയത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഷൈൻ ഹാജരാകുമെന്ന് ഷൈനിന്റെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിലെ ഹോട്ടലിൽ നടന്ന ലഹരി പരിശോധനയ്ക്കിടെയാണ് ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയോടിയത്. പരിശോധനയ്ക്കിടെ എന്തിനു രക്ഷപ്പെട്ടെന്ന് ഷൈൻ വിശദീകരിക്കണം. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. അവധിക്കാലമായതോടെ ആമ്പല്ലൂർ ജംഗ്ഷൻ കടക്കാൻ വാഹനങ്ങൾക്ക് ഏറെ നേരമാണ് എടുക്കേണ്ടി വരുന്നത്. അടിപ്പാതയുടെ ബോക്സ് നിർമ്മാണം പൂർത്തിയായെങ്കിലും സർവീസ് റോഡുകളുടെ പണി ഇഴഞ്ഞു നീങ്ങുന്നതാണ് ഗതാഗതക്കുരുക്ക് ഒഴിയാത്തതിന്റെ കാരണം. ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമുള്ള സർവീസ് റോഡുകൾ ദിവസങ്ങൾക്ക് മുൻപേ ടാറിംഗ് പൂർത്തിയാക്കിയെങ്കിലും റോഡിലെ കലുങ്ക് നിർമ്മാണം വലിച്ചു നീട്ടുകയാണ്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയും കുരുക്കേറാൻ കാരണമാകുന്നുണ്ട്. വരന്തരപ്പള്ളി, കല്ലൂർ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങളും സർവീസ് റോഡിലേക്ക് എത്തുന്നതോടെ ദേശീയപാതയിൽ അഴിയാക്കുരുക്കാകും. പല സമയത്തും തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലെ തിരക്ക് പുതുക്കാട് വരെ നീണ്ടുപോകാറുണ്ട്. തിരക്കിനിടയിലുണ്ടാകുന്ന ചെറിയ അപകടങ്ങളുമാകുമ്പോൾ വാഹനനിര പിന്നെയും നീളും. അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപേയാണ് സർവീസ് റോഡ് പൊളിച്ചത്.
ഡ്രൈനേജുകൾ പൂർത്തിയാക്കാത്തതുമൂലം മഴവെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ടോൾപാതയിൽ ദേശീയപാത അതോറിറ്റിയും ടോൾ കരാർ കമ്പനിയും നടത്തുന്ന നവീകരണ പ്രഹസനങ്ങൾക്ക് ഇരയാകുകയാണ് യാത്രക്കാർ. TCV ന്യൂസ്, പുതുക്കാട്. ദേശീയപാത പട്ടിക്കാട് കല്ലെടുക്കൽ ഗതാഗതക്കുരുക്കിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങി. സർവീസ് റോഡിലെ ടാറിംഗ് ഇളകിപ്പോയതിനെ തുടർന്ന് രൂപപ്പെട്ട കുഴിയിൽ എറണാകുളം ഭാഗത്തു നിന്നും ഗോതമ്പ് കയറ്റി വന്ന കണ്ടെയ്നർ ലോറി താഴ്ന്നതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. താണിപ്പാടം മുതൽ പീച്ചി റോഡ് വരെ കിലോമീറ്ററുകളോളം വാഹനങ്ങൾ കുടുങ്ങി. പീച്ചി പോലീസിന്റെയും ഹൈവേ റിക്കവറി വിംഗിന്റെയും നേതൃത്വത്തിൽ മണിക്കൂറുകൾക്ക് ശേഷമാണ് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം നീക്കിയത്. ഭാരവാഹനങ്ങൾ കടത്തിവിടുമ്പോൾ സർവീസ് റോഡ് കൂടുതൽ ബലപ്പെടുത്താത്തതും യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താൻ പുതിയ കരാർ കമ്പനി തയ്യാറാകാത്തതുമാണ് ഇത്തരം സംഭവങ്ങൾക്ക് വഴിവെക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. കാറളം വെള്ളാനിയിൽ സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ലൈഫ് ഫ്ളാറ്റ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. 2020 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത നിർമ്മാണ പദ്ധതിയാണ് തൂണുകളും ഇരുമ്പ് ചട്ടക്കൂടുകളുമായി അവശേഷിക്കുന്നത്. കാറളം പഞ്ചായത്ത് വെള്ളാനിയിൽ നൽകിയ 84 സെന്റ് സ്ഥലത്താണ് 2 ബ്ലോക്കുകളിലായി 74 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മിക്കാനായിരുന്നു പദ്ധതി. 9,20 ലക്ഷം രൂപ ചെലവഴിച്ച് 500 സ്ക്വയർ ഫീറ്റിൽ ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകാനായിരുന്നു പദ്ധതി. കിഫ്ബിക്കായിരുന്നു നിർമ്മാണ ചുമതല നൽകിയത്. അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് കരാർ ഏറ്റെടുത്തത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി 6 മാസം കൊണ്ട് ഫ്ളാറ്റുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് സർക്കാർ അവകാശപ്പെട്ടത്. എന്നാൽ വർഷം 5 കഴിഞ്ഞിട്ടും ഫ്ളാറ്റിന്റെ നിർമ്മാണം എങ്ങുമെത്തിയില്ല. മതിയായ തൊഴിലാളികൾ ഇല്ലെന്ന കാരണം പറഞ്ഞ് കമ്പനി ആദ്യഘട്ടത്തിൽ തന്നെ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതാണ് നിർമ്മാണം നിലയ്ക്കാൻ പ്രധാന കാരണം. ഇതോടെ സർക്കാരോ പഞ്ചായത്ത് അധികൃതരോ നിർമ്മാണം പുനരാരംഭിക്കാൻ യാതൊരു നടപടിയും ചെയ്തില്ല. വടക്കാഞ്ചേരിയിലെ ലൈഫ് ഫ്ളാറ്റ് പോലെയാണ് കാറളം വെള്ളാനിയിലെ ഫ്ളാറ്റുകളുടെ അവസ്ഥ. ഫ്ളാറ്റ് നിർമ്മാണം ആരംഭിക്കുമ്പോൾ തന്നെ പഞ്ചായത്തിലെ വീടും സ്ഥലവും ഇല്ലാത്ത നിരവധി കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി അടക്കമുള്ളവർ ഫ്ളാറ്റ് വാഗ്ദാനം ചെയ്തിരുന്നതായി പഞ്ചായത്ത് മെമ്പറും BJP നേതാവുമായ അജയൻ തറയിൽ പറഞ്ഞു. ഫ്ളാറ്റ് ലഭിക്കുമെന്ന വിശ്വാസത്താൽ നിരവധി പേരും ഇപ്പോഴും വാടക വീടുകളിലാണ് താമസിക്കുന്നത്. 72 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് കൊടുക്കാമെന്നാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അന്ന് പറഞ്ഞിട്ടുള്ളത്. 2020 അതിൻ്റെ മുഖ്യമന്ത്രി ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. 6 മാസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. 6 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷമായി. ഇതുവരെയും ഒരു പണി നടന്നിട്ടില്ല. അത് പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവർ വേറൊരു വീടിന് വേണ്ടിയിട്ട് സഹായത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒരു അപേക്ഷ കാര്യങ്ങൾ ഇവർ കൊണ്ടുപോകാണ്ട് ഇവരൊക്കെ വാടക വീട്ടിൽ ഇപ്പോൾ കിട്ടുമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ വാടക വീട്ടിലുള്ളവരോടൊക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയുന്നത്. ഫ്ളാറ്റ് നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് ശക്തമായ സമര പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് BJP. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. പാലപ്പിള്ളി കുണ്ടായിയിൽ ബൈക്ക് യാത്രക്കാരായ കുടുംബത്തിന് നേരെ പാഞ്ഞടുത്ത് കാട്ടാന. കുണ്ടായി എസ്റ്റേറ്റ് ജീവനക്കാരനായ കുഞ്ഞിപ്പയും ഭാര്യയും മകളും ബൈക്കിൽ പോകുമ്പോഴാണ് സംഭവം. മകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മടങ്ങുന്നതിനിടെ റോഡിൽ നിന്നിരുന്ന കാട്ടാനയുടെ മുൻപിൽ അകപ്പെടുകയായിരുന്നു. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ആനയുടെ 5 മീറ്റർ അകലെ എത്തിയ ഇവർക്ക് നേരെ ആന പാഞ്ഞടുക്കുകയായിരുന്നു. ബൈക്ക് റോഡിലിട്ട് ഓടിയ 3 പേരും തലനാരിഴയ്ക്കാണ് ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഓടുന്നതിനിടെ ശ്വാസം കിട്ടാതെ റോഡിൽ ഇരുന്ന കുഞ്ഞപ്പയുടെ അടുത്തേക്ക് പാഞ്ഞുവന്ന ആനയെ ഭാര്യ കയ്യിൽ കരുതിയ ടോർച്ച് എടുത്ത് എറിയുകയായിരുന്നു. ഇതിനിടെ ഇവരുടെ നിലവിളി കേട്ട് സമീപത്തെ ഡിസ്പെൻസറിയിലെ ജീവനക്കാരും ഓടിയെത്തി. അതുവഴി വന്ന വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരുടെ ജീപ്പിലാണ് ഇവരെ വീട്ടിലെത്തിച്ചത്. കൂട്ടം തെറ്റിയ ആന ദിവസങ്ങളായി പ്രദേശത്ത് ഭീതി പരത്തുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഹോസ്പിറ്റലിലേക്കാണ് പോയത്. റിട്ടേൺ വരുന്ന വഴിയിൽ ആനയുടെ മുന്നിൽ നമ്മൾ പെടുകയും ഒരു രക്ഷയിൽ ഒരു 5 മീറ്ററോളം അടുത്താണ് ആന ഉണ്ടായിരുന്നത്. ആ വണ്ടി ഉപയോഗിച്ച് ഞങ്ങൾ ഓടി. ഞങ്ങളുടെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ടായിരുന്നു, വലിയ ടോർച്ചായിരുന്നു അത്. ആ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഓടിയതിന് ശേഷം ഒരു 100-150 മീറ്റർ ഞങ്ങൾ ഓടി. 100 മീറ്റർ ഓടി വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ, ഞാനൊരു ആസ്മ പേഷ്യൻ്റാണ്, ഞാൻ വയ്യാണ്ടായി, ഞാൻ കിടന്നു. മോളൊരു 100 മീറ്റർ മുന്നിൽ ഓടുന്നു. ഓടുന്നിട്ട് 100 മീറ്റർ മുന്നിൽ ഓടിയിട്ട് മോള് വിളിച്ച് അവിടുന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയണം, ഉപ്പച്ചിയെ ആന തട്ടി ആനത് എടുത്തെത്തി ഓടുന്ന് അവള് വിളിച്ച് പറയുന്നു. പക്ഷെ എനിക്ക് വയ്യാണ്ടായിട്ട് ഞാനവിടെ ഇരുന്നു, കിടന്നതിന് ശേഷം ഒപ്പം പെണ്ണ് കൂടി തിരിച്ചു ഓടി വന്നിട്ട് ആ ടോർച്ച് ആനയുടെ നേരെ എറിഞ്ഞു. തിരുവില്ലാമലയിൽ തെരുവ് കാളയിടിച്ച് വയോധികയ്ക്ക് പരിക്കേറ്റു. തിരുവില്ലാമല മടപ്പുള്ളിപ്പടി വീട്ടിൽ ദാക്ഷായണിക്കാണ് പരിക്കേറ്റത്. വീട്ടിൽ നിന്നും കടയിലേക്ക് പോകാൻ നടന്നു വരികയായിരുന്ന ഇവരെ പുറകിൽ നിന്ന് കാള ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. കൂടുതൽ ആക്രമണത്തിന് മുതിരുന്നതിനു മുൻപ് നാട്ടുകാർ രക്ഷിച്ചു. വീഴ്ചയുടെ ആഘാതത്തിൽ വലതുകൈ ഒടിയുകയും മുഖത്തിന് പരിക്കേൽക്കുകയും ചെയ്തു.
പരിക്കേറ്റ ദാക്ഷായണി ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. തിരുവില്ലാമലയിൽ അലഞ്ഞുതിരിയുന്ന കാളകൾ വഴിയാത്രികരെ ആക്രമിക്കുന്നത് നിത്യസംഭവമാണ്. പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. കാഞ്ഞിരക്കോട് സെന്ററിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച അപകടം. രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസാണ് കാറിലിടിച്ചത്. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടമുണ്ടായത്. കുന്നേർകുളത്ത് നിന്നും രോഗിയുമായി പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കാറിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആംബുലൻസിനും കാറിനും കാര്യമായി കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ഈ സമയം അതുവഴി പോവുകയായിരുന്ന കുന്നംകുളം MLA AC മൊയ്തീൻ അപകടസ്ഥലത്ത് ഇറങ്ങുകയും രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അമിത വേഗതയിൽ വന്ന കാറിടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ യുവാവിനെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. 15ഓളം പരാതികളാണ് യുവാവിനെതിരെ സ്റ്റേഷനിൽ ലഭിച്ചത്. പരിക്കേറ്റവർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച രാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്ത റസീം എന്ന യുവാവിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ബന്ധുക്കളോടൊപ്പം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ചെറുതുരുത്തി SHO അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം നടത്തിവരികയാണ്. പോലീസ് ഉന്നത സ്വാധീനം ചെലുത്തി കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രതിയെ സംരക്ഷിക്കുകയാണെന്നും INL നേതാവ് ഷാജി പള്ളം ആരോപിച്ചു. തൃശൂർ KSRTC സ്റ്റാൻഡിൽ ബൈക്ക് കുറുകെ നിർത്തി ബസ് തടഞ്ഞ യുവാവിന്റെ പരാക്രമം. ഏറെ നേരം ബസ് തടഞ്ഞു നിർത്തിയ മലപ്പുറം സ്വദേശിയായ യുവാവിനെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റി യോഗമാണ് 11 അംഗ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. KV അബ്ദുൽ ഖാദർ, UP ജോസഫ്, KK രാമചന്ദ്രൻ, സേവ്യർ ചിറ്റ്ലപ്പിള്ളി, PK ഡേവിസ്, PK ഷാജൻ, PK ചന്ദ്രശേഖരൻ, TK വാസു, KV നഫീസ, TV ഹരിദാസ്, M ബാലാജി എന്നിവരാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, PB അംഗം A വിജയരാഘവൻ, K രാധാകൃഷ്ണൻ, PK ബിജു, MV ജയരാജൻ, MM വർഗീസ്, ഡോക്ടർ R ബിന്ദു എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരളപ്പിറവി സുവർണ ജൂബിലി സ്മാരകമായ മലാറയിലെ മാന്തോപ്പ് സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുന്നു. സംസ്ഥാന സർക്കാർ കേരളപ്പിറവി സുവർണ ജൂബിലി സ്മാരകമായി 50 സ്മാരകങ്ങൾ തീർക്കാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നാട്ടുമാന്തോപ്പ് എന്ന ആശയം സുഗതകുമാരി പങ്കുവച്ചത്. തിരുവില്ലാമല പഞ്ചായത്തിലെ മലാറയിൽ 10 ഏക്കറിൽ 2006 നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ തൈ നടാൻ മന്ത്രിമാർക്കൊപ്പം സുഗതകുമാരി എത്തുകയും ചെയ്തിരുന്നു. മാന്തോപ്പിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയും സംസ്കാരവും പഠിക്കാനുതകും വിധം സർവകലാശാല നിലവാരത്തിലുള്ള പഠനകേന്ദ്രം സ്ഥാപിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രിമാർ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയിലെ തന്നെ പലവിധത്തിലുള്ള 1000-ലധികം നാട്ടുമാവിൻ തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് 200ഓളം മാവുകൾ മാത്രമേ ഉള്ളൂ. കാട് കയറി കാട്ടുപന്നികളുടെയും മദ്യപ സംഘങ്ങളുടെയും താവളമായി ഇവിടം മാറി. ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ഉദ്ദേശിച്ച് വിനോദസഞ്ചാരികൾക്കായി എല്ലാ സൗകര്യങ്ങളും കൂടി ഒരു കെട്ടിടവും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയിരുന്നു. എന്നാൽ സാമൂഹിക വിരുദ്ധർ അതിന്റെ പൂട്ടുകളെല്ലാം പൊളിക്കുകയും ബാത്റൂമുകളെല്ലാം നാശമാക്കിയ അവസ്ഥയിലാണ്. സാധാരണക്കാരന്റെ നികുതി പണമായ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ പല സംവിധാനങ്ങൾ വഴി ഇവിടെ മുടക്കിയിരിക്കുന്നത്. കൈത്തറി വില്ലേജ് എന്നും ടെമ്പിൾ വില്ലേജ് എന്നും പേരുള്ള തിരുവില്ലാമലയിൽ ടൂറിസത്തിന് ഏറെ സാധ്യതകൾ ഉള്ള സ്ഥലമാണ്. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച് മാന്തോപ്പിനെ നല്ല രീതിയിൽ പരിപാലിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ചേലക്കര. ക്രിസ്തുവിന്റെ പീഠാനുഭവ സ്മരണയിൽ ഭക്തി നിർഭരമായി പാലയൂർ തീർത്ഥകേന്ദ്രം. വിശുദ്ധ വാരാചരണത്തിന്റെ പരിസമാപ്തിയിലേക്ക് കടക്കുന്ന വിശ്വാസികൾക്കായി സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻ പാണേങ്ങാടൻ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, സെന്റ് ഫ്രാൻസിസ് സ്കൂൾ അധികാരി റവറൻ ഫാദർ അഗസ്റ്റിൻ SFO എന്നിവർ സഹകാർമ്മികരായി. വിലാപയാത്രയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇടവക ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയംകണ്ടത്ത്, ചാക്കോ പുലിക്കോട്ടിൽ, ഹൈസൻ PA, സേവ്യർ വാഗയിൽ എന്നിവർ നേതൃത്വം നൽകി.
നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും മണ്ണുത്തി സ്വദേശിയുമായ പണിക്ക വീട്ടിൽ നൌഫിൽ എന്നയാളെ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കാപ്പ ചുമത്തി. നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയായിരുന്ന നൌഫിൽ ജയിലിലായിരുന്നു. പിന്നീട് വീണ്ടും നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെയാണ് മണ്ണുത്തി പോലീസ് കാപ്പ ചുമത്തുന്നതിനുവേണ്ട നടപടികൾ ആരംഭിച്ചത്. നൌഫീലിനെ 6 മാസത്തേക്കാണ് ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിട്ടുള്ളത്. വധശ്രമം ഉൾപ്പെടെ 5ഓളം കേസിലെ പ്രതിയാണ് നൌഫീൽ. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU തൃശൂർ ഏരിയ സമ്മേളനം നടന്നു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം KP വിനോദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് BL ബാബു അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ P പങ്കജാക്ഷൻ, സെക്രട്ടറി MR രാജൻ, KA മനോജ് കുമാർ, CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. അപകടങ്ങൾ പതിവായ തൃപ്രയാർ സെന്ററിൽ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കുകയോ അപകട സാധ്യതാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയോ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. അപകട സാധ്യത ഏറെയുള്ളതും ഏറ്റവും തിരക്കേറിയ സ്ഥലവുമാണ് തൃപ്രയാർ സെന്റർ. 10 വർഷങ്ങൾക്ക് മുൻപ് നാട്ടിക പഞ്ചായത്ത് അധികൃതർ തിരക്ക് കുറയ്ക്കുന്നതിനു വേണ്ടി സ്ഥാപിച്ച സിഗ്നൽ സംവിധാനവും ഡിവൈഡറും ഇന്ന് ഉപയോഗശൂന്യമായ നിലയിലാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് 3 വർഷത്തിനകം തന്നെ സിഗ്നൽ സംവിധാനം താറുമാറായി. ലക്ഷങ്ങൾ ചിലവ് ചെയ്ത് പഞ്ചായത്തും പോലീസും സംയുക്തമായി സ്ഥാപിച്ച സുരക്ഷാ ക്യാമറകളും പൂർണ്ണമായും നാശത്തിന്റെ വക്കിലാണ്. ക്യാമറകൾ സ്ഥാപിച്ച ഇരുമ്പ് തൂണുകൾ വ്യാപാരികൾക്കും നാട്ടുകാർക്കും ദുരിതമായി. സിഗ്നൽ ലൈറ്റുകൾ കത്താതായതോടെ രാത്രിയിൽ വാഹനങ്ങൾ ഡിവൈഡറിൽ ഇടിച്ചുള്ള അപകടങ്ങൾ തുടർക്കഥയായി മാറി. ഡിവൈഡറിനോട് ചേർന്നുള്ള അശാസ്ത്രീയമായ ബസ് സ്റ്റോപ്പുകൾ അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും കാരണമാകുന്നതായി ആക്ഷേപമുണ്ട്. അടിയന്തരമായി അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിച്ച് രാത്രികാല യാത്രികരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ് തൃപ്രയാർ. വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ലെന്ന് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി അലിയാർ ഖാസിമി പറഞ്ഞു. വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട എറിയാട് വഖഫ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദവി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എറിയാട് പഞ്ചായത്ത് മഹല്ല് ഏകോപന സമിതി ചെയർമാൻ AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. വിവിധ ജുമാ മസ്ജിദുകളിലെ ഇമാമുമാർ, മഹല്ല് ഭാരവാഹികൾ, സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ഈ രാജ്യത്തെ ഭിന്നിപ്പിന്റെ പ്രതിനിധികളായ ഈ രാജ്യത്തെ ഭൂരിപക്ഷ ജനതയുടെ പിന്തുണയില്ല. കരുണയുടെ കരങ്ങൾ തേടി ഒറ്റപ്പാലം പാലപ്പുറം കിഴക്കുമുറി വീട്ടിൽ സുരേഷ് കുമാറിന്റെയും ദാക്ഷായണിയുടെയും മകൻ ശ്രീജിത്ത് എന്ന 20 വയസ്സുകാരൻ. പോളി ആർത്രൈറ്റിസ് രോഗം ബാധിച്ച് എറണാകുളം രാജഗിരി ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ ചികിത്സയിലാണ് ശ്രീജിത്ത് ഇപ്പോൾ. സന്ധികളിൽ ബാധിച്ച പോളി ആർത്രൈറ്റിസ് രോഗം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വ്യാപിക്കാതിരിക്കാൻ 15 ലക്ഷം രൂപ ചികിത്സാ ചിലവ് വരും. ക്യാൻസർ 3ാം ഘട്ട ചികിത്സയിൽ കഴിയുന്ന അച്ഛനും അമ്മയും സഹോദരിയും സഹോദരനും അടങ്ങുന്ന കുടുംബം നിത്യവൃത്തിക്ക് പോലും സാധിക്കാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ. ശ്രീജിത്തിന്റെ ചികിത്സാ സഹായത്തിനായി ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ രാജേഷിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ ജയരാജൻ പ്രസിഡന്റ്, ഉദയപ്രകാശ് സെക്രട്ടറിയായും മണികണ്ഠൻ ട്രഷററായും ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് ഒറ്റപ്പാലം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സുമനസ്സുകൾക്ക് 4398908473 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ചേലക്കര. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8920 രൂപ, പവന് 71360 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3317 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. യേശുദേവന്റെ പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ഭക്തി നിർഭരമായി നഗരി കാണിക്കൽ പ്രദക്ഷിണം. പോലീസ് പരിശോധനയ്ക്കിടെ രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കും.
സ്റ്റേഷനിൽ ഹാജരാകാനായി ഷൈൻ ടോം ചാക്കോയ്ക്ക് പോലീസ് നോട്ടീസ് നൽകി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. സർവീസ് റോഡുകളുടെ പണി ഇഴഞ്ഞു നീങ്ങുന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. മണിക്കൂറുകളോളം കുരുക്കിൽപ്പെട്ട് വാഹനങ്ങൾ. സർവീസ് റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ കരാർ കമ്പനി തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. സംസ്ഥാന സർക്കാർ വെള്ളാനിയിൽ നിർമ്മിക്കുന്ന ലൈഫ് ഫ്ളാറ്റ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. 2020 ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് മുഖ്യമന്ത്രി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.